Hi, Namaste. Welcome back, viewers. Welcome back to my channel, Vintrader. ഗോൾഡിൽ ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അതിൽ ചെറിയ ടൈം ഫ്രെയിം വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ട്, എത്ര പ്രോഫിറ്റ് നേടാൻ സാധിക്കും, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വന്ന ഗോൾഡ് ട്രേഡ്, അതായത് ഇന്ന് വന്ന ഗോൾഡ് ട്രേഡ് നിങ്ങൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം. മോർണിംഗിൽ നമുക്ക് ആക്ച്വലി ഒരു 7 o'clock ശേഷം വന്ന് ബൈ ട്രേഡ് ചെയ്യുന്ന ഹൈക്കിലും മാർക്കറ്റ് അടിച്ചു കയറി മേളിലേക്ക് പോകും. അതേ പോയിന്റിൽ മാർക്കറ്റ് തിരിച്ചിറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഒരു ബൈ ട്രേഡ് നല്ലപോലെ കയറിയത്. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആക്ച്വലി നമുക്ക് മാർക്കറ്റ് ഹോൾഡ് ചെയ്യണോ അതോ തിരിച്ചവിടെ എക്സിറ്റ് ചെയ്യണോ, നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, നമുക്ക് ആക്ച്വലി ലോസ് ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും. അപ്പം ഏത് മാർക്കറ്റിലും നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് 80-90% ആക്യുറസി കിട്ടുന്ന ലേറ്റസ്റ്റ് വേർഷനിൽ മറ്റു സ്ട്രാറ്റജികൾ കുറച്ചുകൂടെ നമുക്ക് ഫേക്ക് റിവേഴ്സൽ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ലേറ്റസ്റ്റ് സ്ട്രാറ്റജികൾ സാധിക്കുന്നുണ്ട്. അതിൽ 15 years എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുക ഇത്രയും സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 8 സ്ട്രാറ്റജികൾ ഫസ്റ്റ് തൊട്ട് 8ാമത്തെ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 30 minutes ടൈം ഫ്രെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 5 minute ഞാൻ വെച്ചിട്ടുണ്ട്. സ്കാൽപ്പിംഗ് 5 minute ആണ്. 5 minute നമുക്ക് 3-4 സിഗ്നൽസോളം കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു ബൈ, പിന്നെ ഒരു സെല്ല്, പിന്നെ ബൈ, പിന്നെ സെല്ല്, പിന്നെ ലാസ്റ്റ് ബൈ. ലാസ്റ്റത്തെ ബൈ നല്ല ട്രേഡായിരുന്നു. അതിന് മുമ്പ് വന്ന ബൈ കുറച്ച് മാർക്കറ്റ് കയറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് അല്ലാതെ വന്ന സിഗ്നൽസിൽ ഒരുപാട് ഡൗൺ ഇറങ്ങാതെ മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പോൾ ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സലുകൾ അവോയ്ഡ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് വെച്ചാൽ മതി. നമ്മളൊരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അതായത് ഒരു സിഗ്നലാണ് നമുക്ക് ഫോം ആകുന്ന ലേറ്റസ്റ്റ് ആണെങ്കിൽ മേളിൽ കാണിച്ചിട്ട് അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റുകളും. അപ്പോൾ ഇത്രയും നോക്കി വെച്ചാൽ മതി. ഇപ്പോഴും സിഗ്നൽ ഗ്രീൻ വന്നാൽ താഴെ ഗ്രീൻ വരണം. ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് സിഗ്നൽ വന്ന സമയത്ത് ഇവിടെ ഗ്രീനായി, താഴെ ഗ്രീനായി. അവിടെ നിന്ന് ബൈസോണും വന്ന് നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് സ്ട്രോങ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാൻ അവിടെ നിന്ന് മാർക്കറ്റ് കയറി തിരിച്ച് ബാക്ക് അടിച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ ട്രേഡ് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 470 എടുത്ത 570 ഒരു 10 പോയിന്റ്സോളം നമുക്ക് ഈ ഒരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ട്രേഡ് മിസ് അവർക്ക് നെക്സ്റ്റ് ഇവിടുന്ന് ട്രേഡ് ഉണ്ടെന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡൗണിഷ് ആവുന്നില്ല, പുൾ ബാക്ക് ആണ്. നമ്മൾ തിരിച്ചു കയറുന്ന സിറ്റുവേഷനിൽ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എൻട്രി ലെവലിൽ നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാം. അപ്പോൾ ഒരു അപ്പ് പോകുന്നു, ഡൗൺ പോകുന്നു, റിവേഴ്സിൽ പോകുന്നു കറക്റ്റായിട്ട് തിരിച്ചറിയാം. അപ്പോൾ ഇന്ന് രാവിലത്തെ സിഗ്നൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ നിന്ന് ഡൗൺ ഇറങ്ങി കുറച്ചൊന്ന് മാർക്കറ്റ് ശേഷം തിരിച്ചു പോയി. ആ ട്രെൻഡ് ലൈൻ തിരിച്ചു കയറുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈ നല്ല ഹൈക്ക് കയറി പിന്നെയും തിരിച്ച് വന്ന് ലാസ്റ്റ് നമുക്കൊരു ഡൗണിഷ് നല്ലപോലെ ആയ ശേഷമാണ് സെല്ല് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പോയിട്ടിൽ തിരിച്ചു കയറി. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് അപ്പ് ഡൗൺസ് ആണ്. കളർ ചേഞ്ചസും താഴത്തെ കൺഫർമേഷൻ ഭാഗം ചെക്ക് ചെയ്ത് നമുക്കൊരു നല്ല എങ്ങനെ ചെയ്യണം നമ്മുടെ, അതായത് നമുക്കൊരു ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് നേടാം. എങ്ങനെ വന്നാലും 80-90% ആക്യുറസിയോട് ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആക്ച്വലി ഡെമോൺസ്ട്രേഷനായിട്ട് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പം സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.